ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം 1 കൊരിന്ത്യർ 9 അധ്യായത്തിൻ്റെ 25 വചനത്തിൽ ഇങ്ങനെ പറയുന്നു: അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പം അംഗം പൊരുതുന്നവർ ഒക്കെ സകലത്തിലും വർജനം ആചരിക്കുന്നു. അപ്പം ഏത് അംഗം പൊരുതുവാനായിട്ട് പോകുന്നു, അതിന് വേണ്ടി തയ്യാറെടുപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് കാണുവാൻ കഴിയും. വർജിക്കേണ്ടതാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ദൈവം ചെയ്യരുത് എന്ന് പറയുന്നത്, ദൈവം ചെയ്യരുതെന്ന് പറയുന്നത് നാം ചെയ്യുന്നുണ്ടോ? അപ്പം നാം ദൈവത്തിൻ്റെ അംഗം പൊരുതുന്നവരാണോ എന്ന് വെച്ചാൽ പോരാടി ജീവിക്കണം. ഈ ലോകത്തിൽ നമുക്ക് പോരാട്ടമുണ്ട്, പോരാടി ജീവിക്കേണ്ടത് ആകുന്നു. അതിനുവേണ്ടി പോരാടുവാൻ നമുക്ക് ചിലതൊക്കെയും ബൈബിൾ പ്രകാരം വർജിക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ വർജിക്കണം, അല്ലെങ്കിൽ സ്വഭാവം മാറ്റേണ്ടത് നാം മാറ്റണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നാം എത്ര പ്രവർത്തിച്ചാലും ദൈവപ്രവൃത്തി നമ്മളിലേക്ക് കടന്നു വരികയില്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം നാം വർജിക്കാതെ, നാം തിരുത്തേണ്ടതിനെ തിരുത്താതെ, നാം വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നാം ദൈവവേലയും ചെയ്തുകൊണ്ടൊക്കെയും ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഇപ്പം ദൈവരാജ്യം പ്രാപിക്കണമെങ്കിൽ വർജിക്കേണ്ടതിനെ വർജിക്കണം. അപ്പോൾ ഏത് പൊരുതുന്നവനും വർജിച്ചിട്ടാണ് പോരാടുന്നത്. അതുപോലെ തന്നെ നാം സ്വർഗത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഈ ലോകത്തോട് പോരാടി ജീവിക്കേണ്ടത് വലിയ ആവശ്യമാണ്. ആ പോരാട്ടത്തിൽ വർജിക്കേണ്ടതിനെ വർജിച്ച് നാം ജീവിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം പറഞ്ഞത് എടുക്കേണ്ടുന്നത് നമ്മൾ എടുക്കണം, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയണം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വർജിക്കണം എന്ന്. എന്താണ്? ജഡത്തിൽ പഴയ സ്വഭാവം, അതിനെ ജയിക്കണം. പഴയ ചിന്താഗതികൾ, പഴയ പ്രവൃത്തികൾ ക്രിസ്തുവിലാവുമ്പോൾ നാം ക്രിസ്തുവിനെ പോലെ ജീവിക്കേണ്ടതായതുകൊണ്ട് പലതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വർജിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വർജനം ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഏത് വ്യക്തിയെയും ദൈവം ഈ ഭൂമിയിൽ വിളിച്ചപ്പോൾ, ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചിട്ട് വരാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നത് വലയും വള്ളവും അവരുടെ അപ്പനെയും ഒക്കെ വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിൻ്റെ കൂടെ വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ചില കാര്യങ്ങൾ, നമ്മുടെ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങൾ, സഖായി കർത്താവിലേക്ക് കടന്നു വന്നപ്പോൾ സഖായി ഉപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ്റെ പ്രവർത്തനമാണ്, അവൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളെയാണ് അവൻ ഉപേക്ഷിച്ചത്, അവൻ്റെ തെറ്റായ സ്വഭാവത്തെയാണ് ഉപേക്ഷിച്ചത്. അപ്പോൾ ആ പ്രകാരം ഒരു വർജനം നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. നാം ദൈവരാജ്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വർജിക്കേണ്ടത് വർജിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ നാം ചെല്ലണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം അതിനായിട്ട് നമ്മെ പരിശുദ്ധാത്മാവ് മൂലം, ഈ വചനം മൂലവും സഹായിക്കുമാറാകട്ടെ. ആമേൻ.